ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം ചില കുട്ടികൾക്കെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. പ്രശ്നമുണ്ടാക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രസകരമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 4 ചെറിയ എപ്പിസോഡുകളായിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന പേരിൽ. തീർച്ചയായും അത് കണ്ട് ആ ചാപ്റ്റർ ഭംഗിയായി പഠിച്ചതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. കാരണം എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യനും അവയുടെ ആൻസേഴ്സും മാത്രമേ നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 2020 മാർച്ചിൽ ഈ ചാപ്റ്ററിൽ നിന്ന് 9 മാർക്കിനാണ് എക്സാമിനേഷന് ചോദിച്ചത്. 6 മാർക്കിന്റെ ഒരു എസ്സേ പാർട്ട് ക്വസ്റ്റ്യനും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും, അങ്ങനെ 9 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് ചോദിച്ചത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. tan x equal to -5/12. x lies in second quadrant. Find all trigonometric functions. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. എന്താണ്? tan x ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, where x lies in second quadrant. അപ്പൊ ക്വാഡ്രന്റിനെ കുറിച്ചുള്ള കഥകൾ അറിയാമല്ലോ അല്ലേ? 4 ക്വാഡ്രന്റ് ഉണ്ട്. ദിസ് ഈസ് ഫസ്റ്റ് വൺ, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഈസ് ഫോർത്ത് ക്വാഡ്രന്റ്. In first quadrant, all trigonometric functions are positive. In second quadrant, sine and its reciprocal, cosec only positive. ബാക്കിയുള്ളതെല്ലാം എന്താണ്? നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റ്, ടാനും അതിന്റെ റെസിപ്രോക്കൽ കോട്ടും മാത്രമേ പോസിറ്റീവ് ആകത്തുള്ളൂ. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും അതിന്റെ റെസിപ്രോക്കൽ സീക്കും മാത്രമേ പോസിറ്റീവ് ആകത്തുള്ളൂ. ബാക്കി എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതൊന്നാണ് വളരെ പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഷോർട്ട് കട്ടുകളൊക്കെ പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തതിന്റെ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ വ്യത്യസ്തമായ രസകരമായ ഒരുപാട് കമന്റ്സുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനെല്ലാം താങ്ക്സ്. വീണ്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഓർമ്മിക്കാൻ എളുപ്പത്തിനുള്ള ഷോർട്ട് കട്ടുകൾ. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സോ ക്വാഡ്രന്റിന്റെ സൈനിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. tan x തന്നിട്ടുണ്ട്. We have to find sin x, cos x, sec x, cosec x and cot x. അതിനുവേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് ട്രയാങ്കിൾ വരച്ച് നമുക്ക് വാല്യൂസ് കണ്ടെത്താം. tan x, ഈ ആംഗിൾ ഞാൻ x എന്ന് കൊടുക്കുന്നു. അപ്പോൾ tan എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്താണ്? 12. ABL അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമുക്ക് ഈ സൈഡ് കൂടെ കാണണം. ഇതെന്താണ്? ആക്ച്വലി ഹൈപ്പോട്ടിന്യൂസ് ആണ്. സോ AC കാണണം. AC കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. റൂട്ട് ഓഫ് പൈതഗോറസ് തിയറം, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എത്ര സ്റ്റെപ്പിന് കേട്ടോ? 12 സ്ക്വയർ 144 പ്ലസ് ബേസ് സ്ക്വയർ 25 is equal to √169. that is equal to 13 എന്ന് കിട്ടി. സോ ഈ സൈഡിന്റെ ലെങ്ത് എന്ത് കിട്ടി? 13. ഇനി 1 by 1 ആയിട്ട് ചെയ്തു വരാം. ഫസ്റ്റ് ഓഫ് ഓൾ sin x ഡെഫിനിഷൻ അറിയണം. sin x എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 5 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് എന്താണ്? 13. സൈൻ ഏറ്റവും ലാസ്റ്റ് ഒരുമിച്ച് കൊടുക്കുക, അതാണ് നല്ലത് അല്ലേ? സൈൻ. നെക്സ്റ്റ് എന്താണ്? കോസ്. cos x ഈക്വൽ ടു നിങ്ങൾക്കറിയാം എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. cos x എന്താണ്? ഫോർമുല അറിയണം കേട്ടോ. അഡ്ജസന്റ് സൈഡ് ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ദാറ്റ് ഈസ് 13. ഇനി tan x നമുക്കറിയാം. ഇനി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഓരോന്നായിട്ട് എഴുതാം. sin x അറിയാമെങ്കിൽ cosec x ഉടൻ തന്നെ എഴുതിക്കൂടെ? sin x ന്റെ റെസിപ്രോക്കൽ ആണ് cosec x. അപ്പൊ തല തിരിച്ചിടുക. 13/5. നെക്സ്റ്റ് cos x ന്റെ റെസിപ്രോക്കൽ ആണ് ഏത്? sec x. സോ sec x ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 13/12. ഫൈനലി cot x. എന്താണ് cot x? tan x ന്റെ റെസിപ്രോക്കൽ, ഇവന്റെ റെസിപ്രോക്കൽ തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? 12/5 കിട്ടും. മൈനസ് അവിടെ തന്നെ കൊടുക്കാം അല്ലെ? 12/5. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സ് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും മാത്രം പോസിറ്റീവ്. സൈനിന്റെ വാല്യൂ പോസിറ്റീവ്, ദെൻ കൊസീക്കിന്റെ വാല്യൂ പോസിറ്റീവ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? നെഗറ്റീവ്. ചുമ്മാ നെഗറ്റീവ് കൊടുക്കുക. cos x ന്റെ വാല്യൂ -12/13, sec x ന്റെ വാല്യൂ -13/12, cot x ന്റെ വാല്യൂ ഓൾറെഡി -8. വിഷയമില്ല, കിട്ടി. 2 മാർക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Without using triangle, find value of sin x plus cos x by sin x minus cos x if tan x equal to 3/4.
ഈ ഫസ്റ്റ് പാർട്ട് ഇല്ലായിരുന്നു എങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് sin x plus cos x by sin x minus cos x if tan x equal to 3/4 എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ട്രയാംഗിൾ വരയ്ക്കുന്നു, എന്താണ് സൈനും കോസിന്റെ വാല്യൂ കണ്ടെത്തുന്നു, ഇതിൽ കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നു. അതാണ് സാധാരണ ചെയ്യുന്ന മെത്തേഡ്. പക്ഷേ 2020 എക്സാമിനേഷൻ പറഞ്ഞു എന്താണ്, വിത്തൗട്ട് യൂസിങ് ട്രയാംഗിൾ, ആ ട്രയാംഗിൾ മെത്തേഡ് ഉപയോഗിക്കാതെ അപ്ലൈ ചെയ്യാതെ ഇതിന്റെ വാല്യൂ കണ്ടെത്തുക. tan x equal to 3/4 തന്നിട്ടുണ്ട്. ഞാൻ ആ ടേം എഴുതുന്നു ആദ്യം. എന്താണ്, we have to find the value of sin x plus cos x by sin x minus cos x is equal to, നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, tan x ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സൈനിനെയും കോസിനെയും ടാനിലോട്ട് മാറ്റണം. അതിനുവേണ്ടി ഡിവൈഡിങ് ഈച്ച് ടേം ബൈ cos x, ഓരോ ടേമിനെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ സ്റ്റെപ്പ് ഞാൻ എഴുതാം, നിർബന്ധമില്ല, ഒറ്റ സ്റ്റെപ്പിൽ ആൻസറിലേക്ക് എത്തിയാലും കുഴപ്പമൊന്നുമില്ല. sin x by cos x പ്ലസ് നെക്സ്റ്റ് cos x by cos x, ഓരോ ടേമിനെയും ഞാൻ എന്ത് ചെയ്തു, cos x കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും സെയിം പ്രൊസീജിയർ, sin x by cos x മൈനസ് cos x by എന്താണ് cos x. കഴിഞ്ഞില്ലേ പരിപാടി? ഈക്വൽ ടു പറഞ്ഞോ, sin x by cos x നിങ്ങൾക്കറിയാം tan x പ്ലസ് നെക്സ്റ്റ് cos x by cos x എന്താണ് 1 ഡിവൈഡഡ് ബൈ sin x by cos x again tan x നെക്സ്റ്റ് മൈനസ് cos x by cos x 1. കംപ്ലീറ്റ് tan x ആയില്ലേ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. tan x ന്റെ വാല്യൂ 3/4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താണ് 3/4 മൈനസ് 1. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, ഇവിടെ ബൈ 1 എന്നൊക്കെ വേണമെങ്കിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. 1 into 3 എന്താണ് 3 പ്ലസ് 4 into 1 4 ഡിവൈഡഡ് ബൈ 4 into 1 എന്താണ് 4 ഡിവൈഡഡ് ബൈ ഏത് ഈ ഡിവൈഡഡ് ബൈ, വീണ്ടും ഇവിടെ ബൈ 1 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യേണ്ടത് ആവശ്യമില്ല കേട്ടോ, വെറുതെ പറയുന്നു മാത്രം. 1 into 3 എന്താണ് 3 മൈനസ് 4 into 1 4 ഡിവൈഡഡ് ബൈ 4 4 ക്യാൻസൽ ചെയ്ത് പോയി ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 3 plus 4 7 ഡിവൈഡഡ് ബൈ 3 minus 4 minus 1 that is equal to -7 എന്ന് കിട്ടും. ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് sin 5x plus sin 3x whole divided by cos 5x plus cos 3x equal to tan 4x എന്ന് പ്രൂവ് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് 2020 മാർച്ചിൽ ചോദിച്ചത്. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എടുത്തെഴുതി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ എടുത്തെഴുതി. ന്യൂമറേറ്റർ നോക്കുക, എന്താണ് sin a പ്ലസ് sin b എന്ന ട്രിഗണോമെട്രിക് ഫോർമുല അറിയണം. a 5x, b എന്താണ് 3x. sin a പ്ലസ് sin b ഫോർമുല നിങ്ങൾക്കറിയാം, ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്, അറിഞ്ഞുകൂടാത്തവർക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. s പ്ലസ് s 2sc sin a പ്ലസ് sin b ഈക്വൽ ടു 2 sin a plus b by 2 into cos a minus b by 2. സം ഫോർമുല വരുമ്പോൾ ആംഗിൾ എന്താണ് എ ബി, റൈറ്റ് ഹാൻഡ് സൈഡ് a plus b by 2 a minus b by 2. അങ്ങനെയാണെങ്കിൽ cos a plus cos b, c means cos ആണ്, cos a plus cos b equal to 2 cos a plus b by 2 into cos a minus b by 2 എന്ന് എഴുതാം. സമയം പാഴാക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. യൂസിങ് അപ്ലൈങ് ദാറ്റ് ഫോർമുല എന്ത് കിട്ടും പറഞ്ഞോ, sin a plus sin b s plus s എന്താണ് 2s means sin, ആദ്യത്തെ ആംഗിൾ a plus b by 2, ആംഗിൾ ആഡ് ചെയ്യുക, then dividing by 2. 5x ഉം 3x ഉം ആഡ് ചെയ്താൽ 8x, അതിന്റെ പകുതി 4x. ഒറ്റ സ്റ്റെപ്പിൽ എഴുതിക്കൂടെ. s plus s എന്താണ് 2sc, c means cos. നെക്സ്റ്റ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, a minus b by 2. 5x ന് 3x കുറച്ചാൽ 2x, അതിന്റെ പകുതി എന്താണ് x. കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ് cos a plus cos b, c plus c, c plus c എന്താണ് 2cc, 2 cos first angle always a plus b by 2, 5x plus 3x 8x, അതിന്റെ പകുതി 4x. 2cc again c means cos, next angle a minus b by 2, 5x ന് 3x കുറച്ചാൽ 2x, അതിന്റെ പകുതി x. cos x cancel, 2 cancel, ആൻസർ ആയി. sin x by cos x എന്താണ് tan x, here 4x, so tan 4x which is the right hand side we have to prove. ശരിയല്ലേ? 2020 മാർച്ചിൽ ചോദിച്ച 3 മാർക്സ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് cosec x equal to -2. cosec x equal to -2 എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷനും കാണണം, പ്രിൻസിപ്പൽ സൊല്യൂഷനും കാണണം. ജനറൽ സൊല്യൂഷൻ കാണാൻ 3 ഫോർമുല നിങ്ങൾ പഠിച്ചു. sin x equal to sin y ആണെങ്കിൽ ഫോർമുല അറിയാം, cos x equal to cos y ആണെങ്കിൽ ഫോർമുല അറിയാം, tan x equal to tan y ആണെങ്കിലും ഫോർമുല അറിയാം. ഇവിടെ ഇരിക്കുന്നത് എന്താണ് cosec x.
നമുക്ക് എന്താണ് വേണ്ടത്? സൈൻ കോസ് ടാനിലോട്ട് മാറ്റണം. ഇതിലേതെങ്കിലും ഒരു ടേമിലോട്ട് മാറ്റണം. കൊസീക് എക്സിനെ പെട്ടെന്ന് എന്തിലോട്ട് മാറ്റാം? സൈൻ എക്സിലേക്ക്. കാരണം കൊസീക് എക്സിന്റെ റെസിപ്രോക്കൽ ആണ് സൈൻ എക്സ്. സോ കൊസീക് എക്സ് ഈക്വൽ ടു -2 എങ്ങനെ എഴുതാം? സൈൻ എക്സ് ഈക്വൽ ടു -1/2 എന്ന് എഴുതാം. നിങ്ങൾക്കറിയാം നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു എങ്ങനെ ആക്കണം? സൈൻ വൈ എന്ന ഫോർമുല ആക്കിയാൽ ഫോർമുലയുണ്ട് ജനറൽ സൊല്യൂഷൻ കാണാൻ. ഫോർ ദാറ്റ് സൈൻ എക്സ് ഈക്വൽ ടു -1/2. സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1/2? സൈൻ 30 ഡിഗ്രി അറിയണം. വാല്യൂസ്, ട്രിഗണോമെട്രിക് വാല്യൂസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സൈൻ 30 ഡിഗ്രി ആണ് എന്ത്? 1/2. അതായത് സൈൻ 30 ഡിഗ്രി അതിനെ നമുക്ക് റേഡിയനിൽ എഴുതുന്നതാണ് കാണാൻ ഭംഗി. പൈ ബൈ എന്താണ്? 6. 180/6 30 കിട്ടത്തില്ലേ? കിട്ടും. സോ -1/2 ഞാൻ എങ്ങനെ എഴുതി? -sin π/6. നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് വരണം. ഈ മൈനസ് വേണ്ട. മൈനസ് പ്രശ്നക്കാരൻ, അവനെ പുറത്താക്കണം. എങ്ങനെ പുറത്താക്കും? യൂസിംഗ് റിഡക്ഷൻ ഫോർമുല. നിങ്ങൾക്കറിയാം മൈനസ് സൈൻ തീറ്റ എങ്ങനെ എഴുതാം? സൈൻ പൈ പ്ലസ് തീറ്റ. സൈൻ 180 പ്ലസ് തീറ്റ. 180 പ്ലസ് തേർഡ് ക്വാഡ്രന്റ് സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്. ചിന്തകൾ മനസ്സിൽ വരണം. സൈൻ 180 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. സോ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. എന്താണ്? മൈനസ് സൈൻ തീറ്റയുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം? സൈൻ 180 പ്ലസ് തീറ്റ പൈ പ്ലസ് തീറ്റ. ഹിയർ ആംഗിൾ π/6. കഥ പിടികിട്ടിയായിരുന്നോ? മൈനസ് സൈൻ തീറ്റ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ പൈ പ്ലസ് തീറ്റ. ആ ഫോർമുല അപ്ലൈ ചെയ്തു, റിഡക്ഷൻ ഫോർമുല. ഒരു ചെറിയ സ്റ്റെപ്പ് കൂടെ ആവും. ഇപ്പോൾ കഥ കഴിഞ്ഞു. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും 6π പ്ലസ് പൈ 7π/6. ഇപ്പോൾ ഇതേത് ഫോർമുലായി? സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന ഫോർമുലായി. എങ്കിൽ ജനറൽ സൊല്യൂഷൻ കാണുന്ന ഫോർമുല എക്സ് ഈക്വൽ ടു എന്താണ്? nπ പ്ലസ് -1 the whole raised to n into y. y എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 7π/6. This is the general solution where n എന്താണ്? element of z. n എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റിജർ ആണ്. So x equal to nπ plus -1 the whole raised to n into 7π/6 is the general solution of this equation. General solution കിട്ടി. Next we have to find principal solution. എന്താണ് principal solution? The solution which lies between 0 and 360 degree, 0 and 2π is called a principal solution. ഇതിനകത്ത് n ന് 0, 1, 2, 3 വാല്യൂസ് കൊടുക്കുമ്പോൾ 0ക്കും 2πക്കും ഇടയ്ക്കുള്ള സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് principal solution. For that put n equal to 0. n ന് 0 കൊടുത്താൽ എന്ത് കിട്ടും? x equal to n ന് 0 അപ്പോൾ 0 ഇവിടെ -1 raised to 0 1 into 7π/6 എന്ത് കിട്ടും? 7π/6. പൈ എന്ന് പറഞ്ഞാൽ 180 180/6 30 30 into 7 210 210 360 ചെറുതല്ലേ? അപ്പോൾ which is a principal solution. ഇത് ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയി. എന്താണ്? 0ക്കും 2π 360ക്കും ഇടയ്ക്കുള്ള സൊല്യൂഷനാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ട്. അത് കാണുന്നതിന് വേണ്ടി അടുത്തെന്ന് കൊടുക്കുക. n equal to 1 കൊടുക്കുക. 1 കൊടുത്താൽ തീർച്ചയായിട്ടും എന്താണ്? ഇത് n പൈ പ്ലസ് ഇവിടെ എന്താണ്? n ഉണ്ടല്ലേ? പൈ മൈനസ് ആവും. -1 the whole raised to -1 പൈ -7π/6 നെഗറ്റീവ് വരും. ഒരിക്കലും പ്രിൻസിപ്പൽ സൊല്യൂഷൻ നെഗറ്റീവ് വരത്തില്ല. അപ്പൊ n ന് 1 കൊടുത്താൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടത്തില്ല. n ന് 2 കൊടുത്താലോ 2π 360 പ്ലസ് എന്ന് വരും. 360യേക്കാളും വലുത് വരും. അതും വരത്തില്ല. n ന് 3 കൊടുത്തു നോക്കുക. സിംപ്ലിഫൈ ചെയ്യുക. x ഈക്വൽ ടു n ന് 3 ആണ്. സോ 3π നെക്സ്റ്റ് n ന് 3 കൊടുക്കുമ്പോൾ -1 the whole cube മൈനസ് എന്ന് വരും. നെക്സ്റ്റ് 7π/6 സിംപ്ലിഫൈ ചെയ്യുക. 18π - 7π 11π/6. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് ഇതിനേക്കാളും വലുതല്ലേ എന്ന്. അല്ല, നോക്കിക്കോ. എന്താണ്? 11π/6 അല്ലെ? എന്താണ്? പൈ എന്ന് പറഞ്ഞാൽ 180 180/6 30 30 into 11 330 330 ഡിഗ്രി എന്ന് കിട്ടത്തുള്ളൂ. which is less than 360. so here principal solutions are 7π/6 and 11π/6. 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആ വർഷം 10 മാർക്കിലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2020 ചോദിച്ചത് സമാനമായ ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് sin x equal to √3/2. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക. sin x equal to √3/2 എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കാണുക. പെട്ടെന്ന് പറയാലോ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ. sin x equal to √3/2. sin x equal to in terms of sin ൽ മാറ്റണം. what is the value of sin എന്തിന്റെ വാല്യൂ ആണ് √3/2? നിങ്ങൾക്കറിയാം sin 60 ഡിഗ്രി
സൈൻ 60 എന്ന് പറഞ്ഞാൽ എന്തെഴുതാം പൈ ബൈ എന്താണ് 3 180/3 60 എന്ന് എഴുതി കൂടെ. അപ്പോൾ സൈൻ പൈ ബൈ 3 ആണ് ഏത് √3/2. അതുകൊണ്ട് √3/2 പ്ലേസിൽ ഞാൻ ഈ വാല്യൂ കൊടുത്തു. സൈൻ x ഈക്വൽ ടു സൈൻ y എന്ന ഫോർമുല നിങ്ങൾക്കറിയാം. x ഈക്വൽ ടു n പൈ പ്ലസ് -1 the whole raised to n into y. y എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു പൈ ബൈ 3 where n element of z which is the general solution. where n element of z which is the general solution. വളരെ സിമ്പിൾ അല്ലേ? ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. നെക്സ്റ്റ് we have to find principal solution. for that put n equal to 0. നേരത്തെ പറഞ്ഞു n ന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? -1 raised to 0 1 1 into pi by 3 pi by 3 x equal to pi by 3 ഒരു സൊല്യൂഷൻ ആയി. നെക്സ്റ്റ് n equal to 1 കൊടുക്കുക. x equal to എന്ത് കിട്ടും? n ന് 1 ആണ്. അപ്പോൾ പൈ. നെക്സ്റ്റ് -1 the whole raised to മൈനസ് n ആണ്. മൈനസ് പൈ ബൈ 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 പൈ മൈനസ് പൈ that is 2 പൈ ബൈ 3. ഇത് തീർച്ചയായിട്ടും 0ക്കും 360ക്കും ഇടയ്ക്കായിരിക്കും. പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 into 120 ഡിഗ്രി. ഇതും 60 ഡിഗ്രി. സോ എന്താണ്? 0ക്കും 360 ഇടയ്ക്കുള്ള രണ്ട് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. വേറൊരു സൊല്യൂഷൻ കിട്ടത്തില്ല. സോ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ ഏതൊക്കെയാണ്? x ഈക്വൽ ടു പൈ ബൈ 3 ആൻഡ് 2 പൈ ബൈ 3. കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞത് കൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4x ഈക്വൽ ടു സൈൻ 12x ഇൻറ്റു സൈൻ 4x. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4x. ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ഇരിക്കുന്നു? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോം അല്ലേ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എങ്ങനെ എഴുതാം? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ 8x പ്ലസ് സൈൻ 4x ഇൻറ്റു എ മൈനസ് ബി സൈൻ 8x മൈനസ് സൈൻ 4x. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ that is equal to a plus b into a minus b. സിമ്പിൾ ഐഡന്റിറ്റി. ഈക്വൽ ടു അടുത്താണ് ട്രിഗണോമെട്രിക് ഫോർമുല. നിങ്ങൾക്കറിയാം സൈൻ എ പ്ലസ് സൈൻ ബി എസ് പ്ലസ് എസ് ഇതായിരിക്കുന്നു. അവനെ ഒരിക്കലും മറക്കാൻ പറ്റൂല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ വർഷത്തെ എക്സാം എഴുതുമ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിർബന്ധം പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഓക്കെ. സോ സൈൻ എ പ്ലസ് സൈൻ ബി എന്താണ്? 2s. s മീൻസ് സൈൻ ആംഗിൾ ആഡ് ചെയ്യുക. 8x ഉം 4x ഉം 12x അതിന്റെ പകുതി 6x. 2 sin a plus b by 2 into next c means cos a minus b by 2. 8x is 4x കുറച്ചാൽ 4x അതിന്റെ പകുതി 2x. അപ്പോൾ ഇവിടെ s plus s എന്ന ഫോർമുല അപ്ലൈ ചെയ്തു. into again sin a minus sin b s minus s. s minus s എന്താണ് ഫോർമുല? 2c. c means cos again angle add ചെയ്യുക then dividing by 2. 8x ഉം 4x ഉം 12x അതിന്റെ പകുതി 6x. നെക്സ്റ്റ് s മൈനസ് s എന്താണ്? 2cs സൈൻ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക. 8x ന്ന് 4x അതിന്റെ പകുതി 2x. വെരി സിമ്പിൾ. ഈ രണ്ട് ഫോർമുലയും അറിയാമെങ്കിൽ നെക്സ്റ്റ് ഞാൻ ചെറിയൊരു ഗ്രൂപ്പിംഗ് ചെയ്യാണ്. 2 എടുത്തു, ഇതെടുത്തു, ഈ ടേം ഒരുമിച്ച് എഴുതാൻ നല്ലത്. 2 സൈൻ 6x ഇൻറ്റു കോസ് 6x അത് ഒരുമിച്ച് എഴുതി ചുമ്മാ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഇൻറ്റു ബാക്കി ഇനി ആരുണ്ട് അവരെയൊക്കെ ഒരു ബ്രാക്കറ്റിനകത്ത് വെക്കുക. 2 സൈൻ 2x ഇൻറ്റു എന്താണ്? കോസ് 2x. ഇങ്ങനെ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, എങ്കിലും ഞാൻ എഴുതി എന്ന് മാത്രം. ഈക്വൽ ടു ഇത് കാണുമ്പോൾ ഒരു ഫോർമുല മനസ്സിൽ വരണം. 2 sin x cos x എന്താണ്? 2 sin x cos x equal to 2 sin x cos x equal to എന്താണ് ട്രിഗണോമെട്രിക് ഫോർമുല? sin 2x. sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ തിരിച്ച് 2 sin x cos x ആണെങ്കിൽ എന്താണ്? sin 2x. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 sin x into cos x. x ന്റെ പ്ലേസിൽ 6x ആണ്. അപ്പൊ ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? sin 2 into x 2 into 6x that is 12x. കഥ കഴിഞ്ഞു. into again 2 sin x cos x same formula sin 2 into x here angle 2x 2 into 2x 4x. even അല്ലേ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കൂ. sin 12x into sin 4x which is the proof. Question: for any triangle ABC show that a plus b by c equal to cos a minus b by 2 whole divided by sin c by 2. ഇത് പ്രൂവ് ചെയ്യണം.
ഏത് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്? ലോ ഓഫ് സൈൻസ് അല്ലെ. ഫോർ എനി ട്രയാങ്കിൾ എ ബി സി അല്ലെ. സ്മോൾ ലെറ്റർ എ ബി സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ സൈഡുകളുടെ ലെങ്ത് ആണ്. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ലോ സൈൻ അപ്ലൈ ചെയ്യണം. ഫ്രം ലോ സൈൻ നിങ്ങൾക്കറിയാം എന്താണ്? എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ എന്ന് കൊടുത്തു. എങ്കിൽ ഇതിനകത്ത് നിന്ന് സ്മോൾ ലെറ്റർ എയുടെ വാല്യൂ എന്ത് കിട്ടും? ഫസ്റ്റും ലാസ്റ്റും ഇക്വേറ്റ് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ സൈൻ എ. സിമിലർലി സ്മോൾ ലെറ്റർ ബി ഈക്വൽ ടു എന്ത് കിട്ടും? കെ സൈൻ ബി. സിമിലർലി സ്മോൾ ലെറ്റർ സി ഈക്വൽ ടു എന്ത് കിട്ടും? കെ എന്താണ്? സൈൻ സി. കെ സൈൻ സി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലാസ്റ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തിട്ട്? സ്മോൾ ലെറ്റർ സി ഈക്വൽ ടു കെ സൈൻ സി. അപ്പൊ എ ബി സിയുടെ വാല്യൂ കണ്ടു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക. LHS equal to A plus B by C is equal to A plus B എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ K കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് കിട്ടും? സൈൻ A plus സൈൻ B divided by small letter C, that is K sin C. K cancel ചെയ്തു പോയി. is equal to വീണ്ടും നമ്മുടെ സ്ഥിരം ഫോർമുല സൈൻ എ പ്ലസ് സൈൻ ബി എസ് പ്ലസ് എസ് എന്താണ്? 2SC 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ആംഗിൾ കൂട്ടുക, then dividing by 2 എ പ്ലസ് ബി ബൈ 2 എസ് പ്ലസ് എസ് 2SC കോസ് എ മൈനസ് ബി ബൈ 2 ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, then dividing by 2 divided by സൈൻ സി. ഇതൊക്കെ ഞാൻ ഹാഫ് ആംഗിൾ ഫോർമുലയായി മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇവനെയും ഹാഫ് ആംഗിൾ ഫോർമുലയിലോട്ട് കൺവെർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം സൈൻ എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 എന്നൊരു ഫോർമുല പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിക്കണം. സോ സൈൻ സി ക്യാൻ ബി റിട്ടൺ ആസ് 2 സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. സി എന്ന് പറയുന്നത് ഇത് ക്യാപിറ്റൽ സി ആണ് കേട്ടോ, ആംഗിൾ ആണ്. സോ സൈൻ സി ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2 സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. 2 ക്യാൻസൽ ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ എന്താണ്? എ മൈനസ് ബി ബൈ 2 സി ബൈ 2 ഉള്ളൂ. എ മൈനസ് ബി ബൈ 2 സി ബൈ 2 ഉണ്ട്. ആരെ വേണ്ട? എ പ്ലസ് ബി ബൈ 2 വേണ്ട. അവനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തണം. നിങ്ങൾക്കറിയാം ഫോർ എനി ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. സോ എ പ്ലസ് ബി ഈക്വൽ ടു 180 മൈനസ് സി dividing by 2 both sides. A plus b by 2 equal to ഇവിടെ രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 90 മൈനസ് സി ബൈ 2 എന്ന് കിട്ടും. അതായത് a plus b by 2 ന്റെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം? സൈൻ a plus b by 2 ന്റെ പ്ലേസിൽ 90 മൈനസ് സി ബൈ 2 എന്ന് കൊടുക്കാം. ലാസ്റ്റ് ടൈം അതുപോലെ യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് അതുപോലെ വെച്ചിരിക്കുക. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. നിങ്ങൾക്കറിയാം സൈൻ 90 മൈനസ് തീറ്റ, സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് സി ബൈ 2 എന്ന് വരും. ആ കോസ് സി ബൈ 2 താഴത്തെ കോസ് സി ബൈ 2 ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് എന്താണ്? കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ സി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ സി ബൈ 2 വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. വേണമെങ്കിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് എഴുതാം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു RHS എന്ന് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. എന്താണ്? കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ സി ബൈ 2. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച മറ്റൊരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. ഇഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 4:2:3 then find the angles in degrees, second one in radians. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ റേഷ്യോ എന്തിനാണ്? 4:2:3 എന്ന ഫോമിലാണ്. എങ്കിൽ ആംഗിൾസ് എങ്ങനെ ചൂസ് ചെയ്യാം? ലെറ്റ് ദ ആംഗിൾസ് ബി 4x 2x and 3x. അറിയാം നിങ്ങൾക്ക്. We have sum of three angles of a triangle is 180 degree. Therefore 4x plus 3x plus 2x equal to എന്താണ്? 180 degree അല്ലേ? സോ ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? 9x equal to 180, x equal to 20. Therefore angles are ഏതൊക്കെയാണ്? ആദ്യം എക്സിന് 20 കൊടുക്കുക ഇവിടെ. അപ്പൊ എന്തിട്ടും 80. 4 into 20 80 ഡിഗ്രി. അത് ഡിഗ്രി തന്നെയാണ്. കോമ. നെക്സ്റ്റ് 2 into 20 that is 40 ഡിഗ്രി. നെക്സ്റ്റ് 3 into 20 that is എന്താണ്? 60 ഡിഗ്രി. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇതിപ്പോ എന്താണ്? ആംഗിൾസ് ഇൻ ഡിഗ്രി കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾസ് ഇൻ റേഡിയൻ മെഷർ. സോ 80 ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. 80 into
പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ്? ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ, റേഡിയൻ മീൻസ് ഇൻ ടേംസ് ഓഫ് പൈ എന്നാണ്. അപ്പൊ പൈ എപ്പോഴും മേളിൽ വരും. ഇതൊക്കെയാണ് ഷോർട്ട് കട്ട്. പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 ക്യാൻസൽ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മേളിൽ എന്ത് കിട്ടും? 4 പൈ ഡിവൈഡഡ് ബൈ താഴെ എന്ത് കിട്ടും? 9. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ എന്താണ്? രണ്ടാമത്തത് 40 ഡിഗ്രി. അതിനെ റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യണം. 40 ഇൻറ്റു പൈ ബൈ 180. 0 ക്യാൻസൽ ചെയ്തു പോയി. 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മേളിൽ എന്ത് കിട്ടും? 2 പൈ ബൈ താഴെ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. വൺ മോർ. ഫൈനലി എന്താണ്? 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, നിങ്ങൾക്ക് അറിയാം. പൈ ബൈ 3 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ. ചെയ്തു നോക്കൂ. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് tan 2019 പൈ മൈനസ് എക്സ്. 2019 എക്സാമിനേഷൻ ചോദിച്ചത് കൊണ്ടാണ് ഈ സംഗതി ഇട്ടത്. ചുമ്മാ ആയിരിക്കണം, ഞാൻ ഊഹിച്ചു പറഞ്ഞതാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് tan 2019 പൈ മൈനസ് എക്സിന്റെ വാല്യൂ. നിങ്ങൾക്കറിയാം tan n പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു tan തീറ്റ. tan മൾട്ടിപ്പിൾ ഓഫ് പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? tan തീറ്റ, വേർ n എലമെന്റ് ഓഫ് z. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ tan n പൈ പ്ലസ് തീറ്റ ആണെങ്കിൽ tan തീറ്റ എന്ന് എടുക്കാം. പക്ഷെ ഇവിടെ മൈനസ് ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെറിയ ഒരു കളി നടത്തുന്നു. tan 2019 പൈയെ ഇങ്ങനെ എഴുതിക്കൂടെ? 2018 പൈ പ്ലസ് പൈ മൈനസ് എക്സ്. 2018 പൈയും ഈ പൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2019 പൈ മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ എഴുതുന്നു. ഇനി ഒന്ന് വായിച്ചു നോക്കി. tan n പൈ പ്ലസ് തീറ്റ, അങ്ങനെയല്ലേ ഇരിക്കുന്നേ? tan n അല്ലെ? tan n പൈ പ്ലസ് തീറ്റ, ദാറ്റ് ഈസ് tan തീറ്റ. tan ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് എക്സ്. ഇനി ഇതിന്റെ വാല്യൂ tan 180 എന്നാൽ സെയിം സംഗതി എന്ന് വരും. tan x എന്ന് വരും. 180 മൈനസ് എക്സ് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ വാല്യൂ നെഗറ്റീവ്. സോ ആൻസർ മൈനസ് tan x. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എങ്കിലും ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2020 മാർച്ച് 2019 ഇംപ്രൂവ്മെന്റ് എക്സാം തുടങ്ങിയ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പ്ലസ് 1ലും പ്ലസ് 2വിലും ഉപകരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. നിർബന്ധമായും പഠിക്കുക. ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ നേരത്തെ ഇംപ്രൂവ്മെന്റ് എക്സാം സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഈ ചാപ്റ്ററിന്റെ 4 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഭംഗിയായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. എക്സാമിനേഷന് ചോദിച്ച വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്തത്. നമ്മുടെ ഇപ്പോഴത്തെ മാർക്ക്, ടോട്ടൽ മാർക്ക് 60 മാർക്കാണ്. ഈ 60 മാർക്കിൽ 9 മാർക്കിന് തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 9 മാർക്സ് ആണ്. തീർച്ചയായും നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ സാധിക്കും, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വന്നാൽ. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ പുതിയൊരു ചാപ്റ്ററിനായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.